പ്രത്യേകിച്ച് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ഒരു പർട്ടിക്കുലർ ഡിഷ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇന്ന് കുറച്ച് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ മീനുകുട്ടിയുടെ ഫ്രണ്ട്സ് 10-20 ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഇച്ചിരി പേരൊന്നും അല്ല കേട്ടോ, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രണ്ട്സിനെ എല്ലാം ഒന്ന് ഉച്ചത്തെ ലഞ്ച് ഇവിടെയാണെന്നാണ് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അവിടെ. അപ്പോൾ അവർക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് വേണ്ട, കാരണം അവർ കഴിച്ചു മടുത്തിട്ടുണ്ട് അത്രേ. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് വേണ്ട, നോർത്ത് ഇന്ത്യൻ ഫുഡ് മതി. അപ്പോൾ അവർക്ക് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ഒരു കോംബോ. അതിനകത്ത് പുലാവ്, വെജിറ്റബിൾ പുലാവ് വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദെൻ ദാലിൻ്റെ പരിപ്പ് വെച്ചിട്ടുണ്ട്, ദാൽ തടുക്ക മീൻസ് യെല്ലോ കളറിൽ വന്ന ഒരു കറി. പിന്നെ നോൺ വെജ് ഇല്ലാത്തത് കൊണ്ട് നമ്മളതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സോയ വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. സോയ കറി, സെമി ഗ്രേവി ആയിട്ടുള്ള ഒന്ന് സോയ. പിന്നെ മല്ലിയില പുതിനയില ചട്നി, പപ്പടം, പിന്നെന്താണ് അച്ചാറ്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഈ ക്ലൈമറ്റിൻ്റെ ചൂടും തണുപ്പും വെച്ചിട്ടുള്ള ഐസ്ക്രീം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും, കാരണം ത്രോട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സേമിയ പായസം, കുട്ടികൾക്ക് ശർക്കര പായസത്തോട് ഒരു താല്പര്യമില്ല. അപ്പോൾ സേമിയ പായസം ഇത്രയും വെച്ചിട്ടുള്ള ഒരു ലഞ്ചാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോസിലൂടെയാണ് ഞാൻ ഇന്ന് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ദാൽ ഫ്രൈ, സോയ ചങ്ക്സ്. നമുക്ക് നോൺ വെജിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഞാൻ സോയ ചങ്ക്സിൻ്റെ വെച്ചിട്ട് ചെയ്യണത്. സോയ ചങ്ക്സ് അത് ഞാൻ തലേ ദിവസം മസാല പുരട്ടിയെല്ലാം റെഡിയാക്കി വെച്ചു, അത് വറുത്തെടുത്തു. ദെൻ ഗ്രേവിക്കുള്ളത്, ചിക്കൻ ഗ്രേവിക്കുള്ളത്, ഇങ്ങനെയുള്ള അങ്ങനെ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ച് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വിചാരിച്ച ഒരു ഇത് വരില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാമത് ഓൾറെഡി കനാലിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ്, ഇതിന് ഇത്രയും വലിയ ക്വാണ്ടിറ്റി, ഇത്രയും വലിയ പാത്രമൊക്കെ ഗ്യാസിൽ വയ്ക്കാൻ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താണ് റൈസ്, മസാല റൈസ് പോലെ, അത് ഞാൻ റൈസ് വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇനി അതിനകത്ത് ഇനി എന്ത് വേണം, വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ടൊരു ഫ്രൈഡ് റൈസ് പോലെയോ പുലാവ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ആക്കാം. പിന്നെ മധുരത്തിന് കുട്ടികൾക്ക് എന്താ പറയുക, സേമിയ പായസം, മറ്റേ ശർക്കര പായസം കുട്ടികൾക്ക് പിടിക്കുകയില്ല കേട്ടോ. അപ്പോൾ സേമിയ പായസവും ഇതെല്ലാം വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു മല്ലിയില പുതിനയില ചട്നി, ഇങ്ങനെയെല്ലാം വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഒത്തുകൂടൽ എപ്പോഴും സന്തോഷം തരുന്നതാണ്. അത് മക്കളുടെ ആണെങ്കിലും നമ്മളുടേതാണെങ്കിലും അതിനൊന്നും കുറവില്ലാത്തത് കൊണ്ട് സന്തോഷം. നമ്മൾ ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ, 1:15. സാധനം എല്ലാം എടുത്ത് മാറ്റി വെച്ചു. ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്കിനി ആഡ് ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം വറുക്കണം. അതുപോലെ തന്നെ പപ്പടം വറക്കൽ മാത്രമേ ഉള്ളൂ ബാലൻസ്, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ വരിക, അവർ വന്നതിന് ശേഷം പപ്പടം കാച്ചാൻ നിർത്തി, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിന്ന് ചെറിയ പെട്ടെന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഐറ്റംസ്, എന്നാലും കുട്ടികളല്ലേ, ഹാപ്പി ആയിരിക്കും. ഇതെൻ്റെ ചാനലിന് വേണ്ടിയിട്ടാണേ, സോറി. വീഡിയോ ഹലോ എന്നെ മോനെ എന്താ വേണ്ടത് നിനക്ക്? വിഷമം എടുക്കാൻ പറ്റും. എടാ ചോറ് ബാലൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ചേട്ടാ ഒന്ന് മാറിയ കേട്ടാ.